നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ചിമീലഖാങ് ഫെർട്ടിലിറ്റി ടെമ്പിളിൻ്റെ മുമ്പിലാണ്. നമുക്കറിയാമല്ലോ, ചിമീലഖാങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രുക്പക്കിൻ്റെ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു സന്യാസിയാണ്. ഇത് ടിബറ്റൻ സന്യാസിയാണ്. ഇപ്പറി വന്നിട്ട് അവിടെ ഒരു ആശ്രമം കെട്ടി താമസമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ വരുന്നവർക്ക് അവരുടെ ലേഡീസ് ഒക്കെ വന്ന് അവർക്ക് അനുഗ്രഹം കിട്ടുകയും ഗർഭിണികളല്ലാത്തവർ ഗർഭിണികളാവുകയും ചെയ്യും എന്നൊക്കെയാണ് വിശ്വാസം. പിന്നെ ഇവിടുത്തെ ചുമർ ചിത്രങ്ങളൊക്കെ കുറച്ച് വിശേഷപ്പെട്ടതാണ്. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ചിമീലഖാങ്ങിലെ ഫെർട്ടിലിറ്റി ടെമ്പിളിൻ്റെ മുമ്പിലാണ്. ഈശ്വര, എന്താണ് ഓരോരോ കൾച്ചർ അല്ലേ. ഒരു പാത്രം ഇങ്ങനെ വട്ടം കിടക്കുന്നത് നമ്മൾ ലേ ലഡാക്കിലൊക്കെ കാണുന്നതാണ്. You can dress here. You can dress here, ma'am. Here, dress. Yeah. Slowly. Slowly. You can try this one. He, then you can dress. Just now, first time, that's why he. ലൊബേസയിലുള്ള ഒരു ഹോട്ടലാണ് സ്പീഡ് വൈഫൈ റെസ്റ്റോറൻറ്റ്. കുഴപ്പമില്ല, നല്ല ചെറിയൊരു ഹോട്ടലാണ്. നല്ല വൃത്തിയുള്ള ഫുഡൊക്കെയാണ്. ഗുഡ് മോർണിംഗ്. പാറവല്ലൊരു സുപ്രഭാതം. ഞങ്ങളെല്ലാവരും കൂടി തക്സാങ് മൊണാസ്ട്രി ഹൈക്കിങ്ങിന് പോവാണ്. ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും 13 മെമ്പേഴ്സും യാത്രയ്ക്ക് റെഡിയായിരിക്കുകയാണ്. ചില ആൾക്കാർക്ക് ഫിസിക്കലി ചില ഇഷ്യൂസൊക്കെ ഉണ്ട്, എന്നാലും ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാമെന്നാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞങ്ങളുടെ വെഹിക്കിളിലൂടെ റെഡിയാണ്. ഇന്ന് മുതൽ സാരഥി ഡിഫറൻ്റ് ആണ്. അപ്പം മറ്റവൻ ഇടയ്ക്കിടയ്ക്ക് ഉഴപ്പനായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ട്രിപ്പ് ഇന്നത്തെ തക്സാങ് മൊണാസ്ട്രി ഹൈക്കിങ്ങിലേക്ക്. മരങ്ങളൊക്കെ ഇല കൊഴിഞ്ഞല്ലേ ഇപ്പൊ. ₹1000 എടുത്ത് ഇല്ല, 1.5 മണിക്കൂർ. പിന്നെ ഓരോ ഘട്ടത്തിലും വിശ്രമിച്ച് പോയി എന്നുള്ളത് കഴിയുള്ളൂ, വേറൊന്നും പറ്റില്ല. നമ്മളെ കേട്ടില്ലല്ലോ. വെള്ളത്തിൻ്റെ ഫ്ലോ കൊണ്ട് കറങ്ങുന്ന ഒരു ഇത് പ്രയറിയിൽ അതിൻ്റെ അകത്ത് അതിൻ്റെ മണിയാണ് നമ്മൾ കേൾക്കുന്നത്. കുറേ അമ്മമാർ പോകുന്നുണ്ടല്ലോ. ഓക്ക് മരം, ബ്രൗൺ ഓക്ക്, ക്യൂർക്കസ് സെമികാർപിഫോളിയ, 94-year-old ആസ് ഓഫ് 2018. 2018 94 വയസ്സാത്ര ഇയാൾക്ക്. ഓ
ഒക്കെ നിറം മാറുന്ന സമയം ഇത് ഓറഞ്ച് കളറിലേക്ക് വന്നോണ്ടിരിക്കും. നമ്മളെ കശ്മീരിലൊക്കെ കാണുന്ന ആ ഒരു കളറാണ്. വിൻ്റർ ആയതുകൊണ്ട് എന്തൊരു നല്ല കളർ ചേഞ്ചസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? പച്ച കളറിലെല്ലാം ഇപ്പോൾ ഓറഞ്ച് കളറായി. നമ്മുടെ കശ്മീരൊക്കെ ഉള്ളതുപോലെ തന്നെ. റോഡോഡെൻഡ്രൺ 103 വയസ്സ്, 2018. കണ്ടോ, 103 വയസ്സായ ആളാണ് കിടക്കുന്നത്. നമ്മളൊക്കെ അതിൻ്റെ പകുതി ആയിട്ടില്ല, അതിനു മുമ്പ് ഇങ്ങനെയൊക്കെയായി. ആ സുഹൃത്തുക്കളെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലേ നമ്മുടെ ആൾക്കാരൊക്കെ പോകുന്നത്, എത്ര ഹൈറ്റ് കയറി. നമ്മളിവിടെ തളർന്ന് കിടക്കുക, അവരൊക്കെ അത് മുന്നിൽ കയറി. കഫറ്റേരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുതിരകളൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇവിടുന്ന് പിന്നെ കഫറ്റേരിയയിലേക്ക് ഒരു 10-15 മിനിറ്റ് കഫറ്റേരിയ എത്താറായി. ആൾക്കാരൊക്കെ അങ്ങ് മേലെ എത്തിക്കഴിഞ്ഞു. പിന്നെ കുറച്ച് റെസ്റ്റ് അതിന് വേണ്ടി കുറച്ച് ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ശരി, പള്ളിയിലും അങ്ങനെ വെക്കൂല്ലേ? ഇവിടെയൊക്കെ നിറയെ പ്രാർത്ഥന ചരടുകൾ കെട്ടി വെച്ചിരിക്കുക. നമുക്കൊന്നും അങ്ങനൊന്നും ഇല്ലാത്തതാ. കുട്ടീനെ കിട്ടുന്നുണ്ടോ? അവരെ കുട്ടീനെയും മറ്റൊരു 2 കുട്ടീനെയും കൊണ്ടുവരുന്നത്. 2 അല്ലേ അവര്? കഫറ്റീരിയന്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. അവിടുന്ന് നമ്മുടെ തക്സാം മൊണാസ്ട്രിയുടെ വ്യൂ ആണിത്. ഇനിയൊരു 1 hour കയറ്റം. കുതിരക്കാരൊക്കെ നല്ല രാജാക്കന്മാരെ പോലെ വരുന്നുണ്ട്. നമ്മളെ ഷെർലി മാം, ഡോക്ടർ ഷെർലി മാം അതാ വളരെ മുമ്പിൽ ഞങ്ങളെയൊക്കെ ലീഡ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ. കഫറ്റേരിയ എത്തുന്നതിന് മുമ്പുള്ള പ്രയർ വീലായത്. കഫറ്റേരിയയിലേക്കുള്ള എൻട്രൻസിലെത്തി നമ്മൾ. തക്ഷാങ് കഫേ, നമ്മുടെ ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കുക. ഞങ്ങൾ കഫറ്റീരിയ കയറാണ്ട് നേരെ ഇങ്ങോട്ട് കയറിപ്പോയത്. കഫറ്റീരിയ കയറാണ്ട് വന്നേ ബൈപ്പാസ് ചെയ്ത് കഫറ്റീരിയ കയറാണ്ട് വന്ന ആദ്യത്തെ ടീമായിരിക്കും നമ്മൾ. എല്ലാവരും അതുവഴിയേ വരാറുണ്ട്. ഇവര് വരില്ല അതെ, ഒരു നമുക്ക് അവിടെ കയറേണ്ടി വന്നില്ല. അതെ, കഴിക്കണമെന്നുള്ള അല്ല അതുപോലും ഇല്ലാതെ വന്നു. ടൂറിസ്റ്റ് ഫ്രം തായ്ലൻഡ്. സ്പിരിറ്റിനെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഭാര്യനെ സപ്പോർട്ട് ചെയ്ത് കയറ്റി. അടിപൊളി. കണ്ടോ തക്ഷാങ് മൊണാസ്ട്രിയുടെ ഒരു വ്യൂ. കിടുക്കാച്ചി വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അയ്യോ, അതിൻ്റെ ഒരു വാസ്റ്റ്നെസ് നമുക്ക് അനുഭവപ്പെടാൻ പറ്റില്ലേ? ഈ മൊബൈലിൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഗ്രേറ്റ്. ബ്രീത്ത് ടേക്കിംഗ് വ്യൂ. നമ്മുടെ പാറോ ടൗൺ ആണ് അവിടെ താഴെ കാണുന്നത്. ഇനിയും നമുക്ക് ഇച്ചിരിയും കൂടി കയറാനുണ്ട്. ആ വ്യൂ പോയിന്റ് വരെ എത്താം നമുക്ക്.
ഹായ് 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 ഹായ്. നമ്മളെ ഗ്രൂപ്പ് ലീഡർ മുമ്പ് തന്നെ ഉണ്ട്. ഹൈക്കിങ്ങിന്റെ ഫേഗ് എൻഡിലാണ് ഞങ്ങളുള്ളത്. വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഷോർട്സ് ഒക്കെ ഇട്ട് വന്നതുകൊണ്ട് എന്തായാലും അകത്ത് എന്തായാലും കയറാൻ പറ്റില്ല. അപ്പോൾ വ്യൂ പോയിന്റിൽ വെച്ച് ആണ് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ വരെ പോയാൽ മതി. ഉള്ളിൽ പോകണമെന്നില്ല. ഉള്ളിൽ പോയാലും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഡോക്ടർ ഷെർലി ജോൺ അല്ലേ? യെസ്, അവരെ ആദ്യമായി പിന്നിലാക്കിക്കൊണ്ട് ഞാൻ മുന്നിൽ വരികയാണ്. ാസ്റ്റിന്റെ മേലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഇവിടെ കയറി നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും മണ്ടക്കനെ കൊണ്ടാക്കണമായിരുന്നില്ല ഇവർക്ക്. ഈശ്വര, വെള്ളം കുടിക്കരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം സംഭവം നമസ്തേ 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 നമസ്തേ. കുസംഭോ 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 കുസംഭോ. കുസംഭോ 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 നമസ്തേ കുസംഭോ. ഒക്കെ കയറി അണച്ചിട്ട് റെസ്റ്റ് എടുക്കണോ? തക്സാം മൊണാസ്ട്രി മുമ്പും കയറിയിട്ടുണ്ട്. പക്ഷേ വിൻ്ററിൽ വരുമ്പോഴുള്ള ഒരു കളർ, ആംബിയൻസ്, പിന്നെ വെതറിൻ്റെ പ്രത്യേകത, ഇത് ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് വെരി വെരി സ്പെഷ്യൽ. മൊത്തം ഫ്ലവേഴ്സൊക്കെ ഇല കൊഴിയുന്ന കാലമായതുകൊണ്ട് തന്നെ ഭയങ്കര ഓറഞ്ച് റെഡിഷ് കളറായിട്ടുള്ള ഫ്ലവേഴ്സ്, പിന്നെ ലീവ്സ്. ഇറ്റ്സ് സോ സോ ബ്യൂട്ടിഫുൾ. നമ്മളിനി കാണാൻ പോകുന്നത് വ്യൂ പോയിന്റിലെത്തിയിട്ട് തക്സാങ് മൊണാസ്ട്രീൻ്റെ ഇത് എടുക്കുകയാണ്. എത്തിക്കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ എത്താൻ പോകുന്നു. വ്യൂ പോയിന്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കേണ്ട പുറകിലെ. ഗായ്സ്, നമ്മളങ്ങനെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. തക്സാം മൊണാസ്ട്രിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്. വ്യൂ പോയിന്റ് എന്ന് പറയും. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കും. ഇവിടുന്ന് ഫോട്ടോസ് എടുക്കും. അതിൻ്റെ അകത്ത് ഫോട്ടോസ് വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. ദിസ് ഈസ് കോൾഡ് ആസ് വ്യൂ പോയിന്റ് തക്സാം മൊണാസ്ട്രി. ടൗൺ നമുക്കൊരു വശത്ത് കാണാം. അപ്പുറത്ത് നേരെ തക്സാങ് മൊണാസ്ട്രീൻ്റെ വ്യൂ ആണ്. കണ്ടില്ല, ഇതെങ്ങനെയാണ് ഈ മലമടക്കിൽ ഇതിനെ കൊണ്ടുപോയി നിർത്തിച്ചതെന്ന് ആലോചിച്ചു. ഇവിടുന്ന് പിന്നെ താഴോട്ടേക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്. ഇങ്ങനെ ഇറങ്ങിപ്പോകണം. ഇറങ്ങി ഏറ്റവും താഴെ എത്തിയിട്ടാണ് പിന്നെ മേലോട്ടേക്ക് കയറേണ്ടത്. കണ്ടില്ലേ, മേലെയുള്ള 2-3 മൊണാസ്ട്രീസൊക്കെ അവിടെ കാണാനുണ്ട്. ഇത് എത്ര പ്രാവശ്യം ഷൂട്ട് ചെയ്താലും മടുക്കും തോന്നില്ല. ഇവിടെ തന്നെ നിന്നാലോ എന്ന് കരുതാൻ. സത്യത്തിൽ ഇവിടെ എത്തിയിട്ട് ഒച്ചത്തിലൊന്ന് കൂവി വിളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് കൂവി വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വല്ല പ്രാന്തനാണെന്ന് പറഞ്ഞേക്കും. അതുകൊണ്ട് കൂവി വിളിക്കുന്നില്ല. ദ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത് അത്രയ്ക്ക് അൾട്ടിമേറ്റാണ് ഈ ഒരു സാധനം. നമുക്കങ്ങ് പ്രകൃതിയായിട്ട് ഇതിനെ നമ്മുടെ ശ്വസിക്കുന്ന ഓക്സിജൻ, പിന്നെ നമുക്ക് കാണുന്ന പച്ചപ്പുകൾ, പിന്നെ ശാന്തത, എന്തൊക്കെയാണ് വാക്കുകളില്ല പറയാൻ വേണ്ടിയിട്ട്. തക്സാങ് മൊണാസ്ട്രി ആരായാലും 100% ഭൂട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ തക്സാങ് മൊണാസ്ട്രി കണ്ടിരിക്കണം. നമ്മൾ തക്സാങ് മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു കഫറ്റീരിയ ഉണ്ട്. ആ പോകുന്ന വഴിക്ക് നമ്മൾ പറഞ്ഞിരുന്നു ആ കഫറ്റീരിയയെ പറ്റി. ആ കഫറ്റീരിയ വളരെ വില കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് ചോറും കറിയും പിന്നെ ഒരു മുട്ടക്കറിയും 720 രൂപ. ചായ ഇൻക്ലൂഡഡാണ്. ബട്ട് ഫുഡ് ഈസ് റിച്ച് ആക്ച്വലി. നല്ല പല ഐറ്റംസും ഉണ്ട് അതിൽ. അപ്പാർട്ട് ഫ്രം
egg curry. There is Yamadachi. There are so many other items too. It is good. ഇപ്പം നമ്മൾ ഇറങ്ങി വന്നിടുന്നുള്ള കഫറ്റീരിയാണിത്. അപ്പോൾ എല്ലാവരും വന്ന് ഇവിടുന്ന് കോഫിയൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവരും കീഴടക്കി കഴിഞ്ഞു. സൂപ്പർ, നല്ല ഒരു കഫറ്റീരിയ, നല്ല പൈസയാണ്, ഒട്ടും ചീപ്പല്ല. 720 രൂപ ചോറിന്. 140 അല്ലേ? ഇതിനെത്രയാ? 240 ഒന്നിന് കേട്ടോ. 450. എന്തായാലും ഷിബു സാറ് സെക്കൻഡ് പേഴ്സൺ ആയിരുന്നോ കയറിയതിന്റെ? ആനന്ദ് സാറാണ് ആദ്യം വിന്നർ മൂപ്പർ അല്ലേ? വ്യൂ പോയിന്റ് വരെ ഞങ്ങൾ മുമ്പിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറെ ഫോട്ടോ എടുത്തു. അതങ്ങനെ പോയിന്റ് ഇവിടെ ഒരു സ്ഥലമുണ്ട് അല്ലേ? കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അടിപൊളിയാണ്. നേരെ മുമ്പിൽ നമുക്ക് മൊണാസ്ട്രി കാണുകയും ചെയ്യാം. നാഷണൽ ഡ്രസ് നിങ്ങൾക്ക് ധരിക്കണമെങ്കിൽ, അതെ ഇവര് വേഷം ധരിക്കണമെങ്കിൽ ഇവിടുന്ന് ഇതാക്കാട്ടോ. എന്ന് പറയത്തില്ല മലയാളത്തില്, അത് ഒരു പ്രത്യേക കഴിവാണ്, എല്ലാവർക്കും ഇല്ലാത്തൊരു കഴിവാണ്. അപ്പൊ ഞങ്ങളുടെ ഫാൻസി മാഡം ഇതിനിടക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് വിടും. ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. ഒരാൾ ചുമന്നിട്ടൊക്കെ വന്നു. ഇനിയിപ്പം കുതിര പുറത്ത് ഞങ്ങൾ കയറിയാണ്. പക്ഷെ എന്നാലും എല്ലാം അച്ചീവ് ചെയ്തു. അതിൻ്റെ അക്സാങ് മൊണാസ്ട്രി കയറുകയും ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇനി ഞങ്ങൾക്ക് താഴെ എത്തണം. ഫാൻസി മാഡത്തിന് നമ്മൾ കുതിരപ്പുറത്ത് കയറ്റിയിരിക്കുകയാണ്. അവർ സക്സസ്ഫുള്ളി കയറിയും വന്നു. ഇറക്കം നമ്മളിപ്പം തൽക്കാലം കുതിരപ്പുറത്ത് വേറെ രക്ഷയില്ല. മാമേടത്തിനെയും കൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. 2 പേര് ശരത്തും മനുവും നമ്മുടെ ലാസ്റ്റ് മെമ്പേഴ്സാണ് ഇവർ. ബാക്കി എല്ലാവരും താഴേക്ക് പോയിട്ടുണ്ട്. ഒരാളെ കുതിരപ്പുറത്ത് പോയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ പാറോയിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. 3-ാം തീയതി, നവംബർ 3-ാം തീയതി ഞങ്ങൾ താഴോട്ടേക്ക് ഫുൻഷലിങ്ങിലോട്ട് പോവാണ്. നാളെ രാവിലെ ഉള്ള ഫ്ലൈറ്റാണ് ഫ്രം ബാഗ്ഡോഗ്ര ടു കൊച്ചിൻ. ചില ആൾക്കാർ ബാഗ്ഡോഗ്ര ടു ചെന്നൈ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത്. ഹോട്ടൽ രത്നപാറ എന്ന് പറയും. അടിപൊളി ഹോട്ടലാണ്, നല്ലൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മേലെ ലഗേജസ് കയറ്റിയതാണ്. അതിന് നമ്മുടെ ഡ്രൈവറും പിന്നെ ഗൈഡും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാരും ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഹോട്ടൽ രത്നപാറ, ഒരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. ഇവരുടെ തന്നെ തൊട്ടടുത്ത് ഇവിടെ ഒരു ബഡ്ജറ്റ് ഹോട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ബഡ്ജറ്റ് ഹോട്ടൽ ഇപ്പോൾ അവർ ഒഴിവാക്കി. കാരണം ആൾക്കാരിപ്പം ബഡ്ജറ്റ് ഹോട്ടലിൽ അങ്ങനെ താമസിക്കുന്നില്ല. അപ്പോൾ ഇവർ ഇത് തന്നെയാണ്, 3 സ്റ്റാർ പ്രോപ്പർട്ടി തന്നെയാണ് ഇവർ ഇപ്പോൾ തരുന്നത്. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇതൊരു 5-8 പേർക്കൊക്കെ ട്രാവൽ ചെയ്യാവുന്ന ഇതാണ് ടൊയോട്ടൻ്റെ ഹയസ് വെഹിക്കിൾ. ഇത് ചെറിയ ഗ്രൂപ്പിനും ഇത് ഓക്കെ, നല്ല കംഫർട്ടബിളാണ്. നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ഇതാണിത്. സ്റ്റോറേജ് ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അവർ മേലെ വെച്ച് കിട്ടും. പിന്നെ എല്ലാത്തിനും നല്ല ലെഗ് സ്പേസ് ആണ് ടൊയോട്ട ഹയസ്. പാറോ സോങ്ങിൻ്റെ തൊട്ട് മുമ്പ് തന്നെയായിട്ട് അവർ ഡ്രസ്സ് ഫോർ ഹയർ ഉണ്ട്. 300 രൂപയാണ് ഇവരുടെ ഡ്രസ്സ് ധരിക്കണമെങ്കിൽ. അപ്പോൾ ഈ ഡ്രസ്സ് നമുക്കിടാം, എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ കുറേ പർച്ചേസ് ഉണ്ട്, ചിലരൊക്കെ മേടിച്ച പർച്ചേസിലാണ്. പിന്നെ തൊട്ട് മുമ്പ് തന്നെയാണ്, ഇത് സോങ്ങിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ്. അപ്പോൾ ആ സോങ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. പക്ഷെ നമുക്ക് ബ്രിഡ്ജ് വരെ പോയിട്ട് നമുക്ക് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. സൺഡേ ആയതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നാഷണൽ ഡ്രസ് ഇടിപ്പിക്കുന്ന പരിപാടി. ടോട്ടൽ ബുട്ട്നീസായി, മറ്റേ ആള് അര ബുട്ട്നീസായി. അപ്പൊ 1.5 ബുട്ട്നീസാണ്. ഫോട്ടോ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇത് വീഡിയോ
അടിപൊളി. അപ്പോൾ ബൂട്ട്നീസ് ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും പാറോ സോങ്ങിൻ്റെ അടുത്തുനിന്ന് നമ്മളിനിയിപ്പോൾ കുറച്ച് ക്ലോസ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് എയർപോർട്ട് വ്യൂ ആണ്. അത് കഴിഞ്ഞ് പിന്നെ നാഷണൽ മ്യൂസിയത്തിന് ഇന്ന് പോയിട്ട് കാര്യമില്ല, കാരണം നാഷണൽ മ്യൂസിയം അടവാണ്. പാറോ സോങ് നമുക്ക് അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് കാണാം. ഇതും കഴിഞ്ഞ് അടുത്ത ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്. ഓ അത് ശരി, നമ്മളെ ഫാൻസി മാഡം